എത്ര പ്രാവശ്യം ഊട്ടിയിലേക്ക് പോയി ഓർമ്മയില്ല. ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും അതുപോലെ പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. കൂടെ നമ്മുടെ മിനിമോളുണ്ട്. മിനിമോൾ എന്നുള്ള പേര് ഹിറ്റായി കേട്ടോ. അപ്പോൾ മിനിമോളുണ്ട്. പക്ഷേ ഊട്ടിയിലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഡ്രോണ് പറത്താനും പറ്റില്ല. അങ്ങനെ റെസ്ട്രിക്ഷനുള്ള സ്ഥലമാണ്. പറ്റുന്ന സ്ഥലങ്ങളുടെയൊക്കെ ഡ്രോൺ കാഴ്ചകളും മറ്റു കാഴ്ചകളുമായിട്ട് ഊട്ടിയുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഊട്ടി യാത്ര ഗൂഡല്ലൂരിൽ നിന്ന് തുടങ്ങുന്ന ഉടൻ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഒരു വ്യൂ പോയിന്റ് കാണാനുണ്ട്. നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി റോഡിൽ ഒരു 9 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്ഥലമുള്ളത്. നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് ഇവിടുന്ന് ഗൂഡല്ലൂർ ടൗണിൻ്റെയും അതുപോലെ ചുറ്റുമുള്ള മലനിരകളുടെ ഒരു പനോരമയ്ക്ക് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇവിടെ നമുക്കിതാ ഒരു ചെറിയ ഒരു വ്യൂ പോയിൻ്റ്, ഒരു ഷെഡ് ഉണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചകളാണിത്. ഒരുപാട് പേര് ഇവിടെ കയറുന്നുണ്ട്. അപ്പോൾ ഊട്ടി യാത്രയിൽ ഈ സ്ഥലം കാണാതെ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. നല്ല വെയിലുണ്ടെങ്കിലും പക്ഷേ ചൂടില്ല കേട്ടോ. നല്ല കാറ്റുണ്ട്, ചെറിയ തണുപ്പുള്ള ഒരു കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ചൂട് അറിയുന്നില്ല. ഇവിടെ പാറയുടെ മുകളിൽ ചെറിയൊരു മാനിൻ്റെയൊക്കെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ മിനിമോളെ പറത്തിയിട്ടുള്ള ഒരു ആകാശ കാഴ്ച എന്ന് നമുക്ക് കണ്ടു നോക്കാം. നീഡൽ റോക്ക് വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും ഊട്ടിയിലേക്കുള്ള യാത്ര തുടർന്ന് വഴിയിൽ നമുക്ക് അത്യാവശ്യം തേയിലൊക്കെ കാണുന്ന ഒരു സ്ഥലത്തിൻ്റെ, മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ ഡ്രോൺ കാഴ്ചയുണ്ടോ.
അപ്പോൾ അതാ നമ്മൾ ഊട്ടിയിലേക്ക് എത്താനായി. ദൂരെ കാണുന്ന മസനഗുഡിയിൽ നിന്ന് വരുന്ന റോഡ് വന്ന് ചേരുന്ന ജംഗ്ഷനൊക്കെയാണ്. ഇതാണ് ഊട്ടിയിൽ ഞങ്ങൾ താമസിച്ച റിസോർട്ട്, ക്ലബ് മഹീന്ദ്ര റിസോർട്ട് ഡാനിഷ് വില്ല എന്ന് പറഞ്ഞ ഊട്ടി നമ്മുടെ ടൗണിനോട് അടുത്തുള്ള ചേർന്നുള്ള അതിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ ആണ്. നമ്മൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചകളുടെ ഡ്രോൺ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഈ റിസോർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസോർട്ടാണ്. പക്ഷേ ഈ യാത്രയിൽ ഞങ്ങൾ മറ്റൊരു റിസോർട്ട് കണ്ടു. അതൊരു സൂപ്പർ റിസോർട്ടാണ്. അതിനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. ഊട്ടിയിൽ ഞങ്ങൾ പോയത് കർണാടക ഗാർഡൻസിലേക്കാണ് കേട്ടോ. ധാരാളം ആളുകൾ വന്നെത്തുന്ന ഊട്ടിയിലെ ഒരു പ്രധാന സ്ഥലമാണ് കർണാടക ഗാർഡൻ. നമ്മളത് പല സ്ഥലങ്ങളിൽ പോയി, പക്ഷേ അവിടെ എല്ലായിടത്തും ഈ ഡ്രോൺ പറത്തുന്നതിന് നിയന്ത്രണങ്ങളുള്ള കാരണമാണ് നമ്മൾ അവിടെ നിന്നും അധികം വീഡിയോകൾ, കാര്യമായിട്ട് നമ്മൾ ഡ്രോൺ വീഡിയോകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഊട്ടിയിൽ വന്നത്. അപ്പോൾ ഇവിടെയും തന്നെ ഡ്രോൺ വീഡിയോ എടുക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ പോലീസിൻ്റെ പെർമിഷനോട് കൂടി ഡ്രോൺ വീഡിയോ എടുക്കണം, എന്നാൽ തന്നെ 5000 രൂപ അവിടെ ഫീസ് കൊടുക്കണം എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ നിന്ന് മാറിയിട്ട് ഡ്രോൺ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നല്ലൊരു നടപ്പാലും അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഗാർഡനിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രോൺ പറത്താൻ പറ്റില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ ആ ദൂരെ കാണുന്ന ആ റോഡിൽ നിന്ന് പറത്താൻ പറ്റുമോ എന്ന് നോക്കാനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡ്രോൺ വീഡിയോകൾ ഒന്ന് കാണാം. ഇവിടെ അത്യാവശ്യം പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂടുതലായിട്ട് ഈ ബുഷ് വെട്ടിയിട്ട് അതിൻ്റേതായൊരു രീതിയാണ് ഇവിടെ ഈ കർണാടക ഗാർഡൻസിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ നിന്നും മടങ്ങുകയാണ്. ഊട്ടിയിൽ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും പോകുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോയില്ല, എല്ലാവരും കണ്ട് മടുത്ത സ്ഥലമായിരിക്കും, അതുകൊണ്ട് അവിടെ പോയില്ല. പിന്നെ അവിടെയൊക്കെ ഡ്രോൺ പറത്താനുള്ള റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടും പോകണം. അപ്പോൾ നമ്മൾ തിരിച്ച് മസനഗുഡി വഴിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഊട്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഹെയർ പിൻ ബെല്ലിൽ നിന്ന് നല്ല ഒരു അടിപൊളി കാഴ്ച ഈ ഒരു കാഴ്ച ഇവിടെ ഉണ്ട്. അതിൻ്റെ ഡ്രോൺ വീഡിയോ കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളിതാ ചെറിയ ഒരു ഊട്ടി യാത്ര, ആ യാത്രയുടെ വീഡിയോ ആയിരുന്നു. നമ്മൾ തിരിച്ച്
മസനഗുഡി വഴിയാണ് തിരിച്ചിറങ്ങി വന്നത്. ശരിക്കും തിരിച്ച് ഇങ്ങോട്ട് വിടില്ല, നമ്മൾ പ്രത്യേകം പെർമിഷനൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അങ്ങോട്ട് മാത്രമാണ് ശരിക്കും ഇവിടുന്ന് തുപ്പക്കാട് നിന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. തിരിച്ചിങ്ങോട്ട് വിടില്ല. അവിടെ ലോക്കൽ ഡ്രൈവേഴ്സിനെയും അവിടെയുള്ള ലോക്കൽ ആളുകളെയും മാത്രമേ വിടുള്ളൂ. അപ്പോൾ നമ്മളൊരു പെർമിഷനൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ഇതിലെ ഡ്രോൺ വീഡിയോകൾ, കാഴ്ചകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.